بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 95 താഹ സൂറത്തിൽ നിന്നുള്ള 13-ാമത്തെ ആയത്ത് മുതൽക്കെടുക്കുന്നു. 12-ാമത്തെ ആയത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ഇന്നി അന റബ്ബുക ഫഖ്ലഅൻ അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ. മൂസ നബിയോട് അല്ലാഹു തആല പറയാ, ഇന്നി അന റബ്ബുക, ഞാൻ നിന്റെ രക്ഷിതാവാണ്. ഫഖ്ലഅൻ അലൈക, നിന്റെ ഇത് രണ്ട് ചെരുപ്പും മൂരി വെക്കുക. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ, കാരണം നീ ഒരു പരിശുദ്ധമായൊരു താഴ്വരയിലാണ്. തുവ എന്ന് പറയുന്ന പരിശുദ്ധമായൊരു താഴ്വരയിലാണ് ഉള്ളത്. അതുകൊണ്ട് ചെരുപ്പ് ഊരി വെക്കണം. എന്നാൽ അലി റളിയല്ലാഹു അൻഹു, അബൂ അയ്യൂബ്, അബൂദർ മുതലായ സഹാബിമാര് അവരുടെ അഭിപ്രായത്തിൽ ഈ ചെരുപ്പ് ഊരി വെക്കാൻ പറഞ്ഞ എന്തിനാ എന്നുള്ളത് അവർ പറയുന്നത്, മൂസ നബി അലൈഹിസ്സലാം ധരിച്ചിരുന്ന ചെരുപ്പ് രണ്ടും കഴുതയുടെ തോല് കൊണ്ടുണ്ടാക്കിയതാ. തിന്നുന്ന സാധനത്തിന്റെ തോല് നജസല്ല, ഇത് നജസാണ്. കാരണം കഴുതനെ തിന്നില്ല. അപ്പൊ തിന്നാത്ത സാധനത്തിന്റെ തോല് നജസാണ്. ആ നജസ് ശുദ്ധിയാകാൻ വേണ്ടി ഉറക്കിടുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൽ ചില മരുന്നൊക്കെ കൂട്ടിയിട്ട് അത് ഉണക്കി എന്തൊക്കെ ചെയ്യലാണ് ഉറക്കിടുക എന്ന് പറഞ്ഞത്. അങ്ങനെ ഉറക്കിടാത്ത ഒരു തോലായിരുന്നു, അതുകൊണ്ടുണ്ടാക്കിയ ചെരുപ്പായിരുന്നു. അതിൻ്റെ പേരിൽ അത് ഊരി വെക്കാൻ അല്ലാഹു തആല മൂസ നബിയെ ഉപദേശിക്കുകയാണ്. പിന്നെ വേറെ ചിലരുടെ അഭിപ്രായത്തിൽ അത് ഒരു പരിശുദ്ധമായ സ്ഥലത്ത് അള്ളാഹുവായിട്ടുള്ള സംഭാഷണ മധ്യേ ചെരുപ്പ് ഉപയോഗിച്ച് ആവുന്നത് അതൊരു അദബുകേടാണ് എന്നുള്ള അഭിപ്രായമുണ്ട് ചിലർക്ക്. പിന്നെ ചിലർ പറയുന്നത്, ഇത്രയും പരിശുദ്ധമായൊരു സ്ഥലത്ത് നഗ്നപാദങ്ങൾ കൊണ്ട് സ്പർശിക്കണം മൂസ നബി അലൈഹിസ്സലാം. കാരണം അത്രയും പരിശുദ്ധമായ സ്ഥലമാണ്. തുവ എന്ന് പറയുന്ന താഴ്വര അതിപരിശുദ്ധമായ സ്ഥലമാണ്. അവിടെ വെച്ചാണ് അല്ലാഹു തആല മൂസ നബിയെ മൂസ നബിയുമായി സംസാരിക്കാൻ തെരഞ്ഞെടുത്ത പരിശുദ്ധമായ സ്ഥലമാണത്. അതുകൊണ്ട് ആ സ്ഥലത്ത് ഇന്ന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ സ്ഥലത്ത് മൂസ നബിയുടെ നഗ്നപാദങ്ങൾ കൊണ്ട് ആ സ്ഥലത്ത് വരണം എന്നുള്ളത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്പർശിക്കണം. അപ്പോൾ ഇനി 13-ാമത്തെ ആയത്ത്, ഇതാണ് നമ്മൾ 12-ാമത്തെ ആ വീഡിയോയിൽ 94-ാമത്തെ വീഡിയോയിൽ പിന്നെ പറയാം എന്ന് പറഞ്ഞു വെച്ചത്. 13-ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇന്നത്തെ വീഡിയോയിൽ എടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വനഖ്തർതുക ഫസ്തമിഅ ലിമാ യൂഹാ. 13-ാമത്തെ ആയത്ത്. 14 ഇന്നനീ അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. 13ഉം 14ഉം ആയത്തുകളാണ് ഇപ്പോൾ ഞാൻ ഓതിയത്. വന, ഞാൻ, അല്ല പറയാണ്, ഞാൻ ഇഖ്തർതുക, നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടി? പ്രവാചകത്വത്തിന് വേണ്ടി, റിസാലത്തിന് വേണ്ടി നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു. അപ്പൊ നിന്നെ പ്രവാചകനാക്കാൻ വേണ്ടി അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് വഹ്യുതൊക്കെ ഉണ്ടാവാറ് പ്രവാചകന്മാർക്ക്. അള്ളാഹു നേരിട്ട് തന്നെ സംസാരിക്കുക, പ്രവാചകനാക്കുക എന്നുള്ളത് വളരെയധികം ബഹുമതിയുള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ പ്രവാചകനൊക്കെ ജിബ്രീൽ മുഖേനയാണ് അല്ലാഹു തആല വഹി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് മോശമൊന്നും പറയുന്നില്ല. അള്ളാഹു ഓരോ പ്രവാചകന്മാർക്കും ഓരോ നിലപാട്
നിശ്ചയിച്ചിട്ടുണ്ട്. തിൽക്കർ റുസുൽ ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. പ്രവാചകന്മാരിൽ എല്ലാവരും ഒരേ സ്റ്റേജിലല്ല, ചിലർക്ക് വലിയ ശ്രേഷ്ഠതയുണ്ടാവും മറ്റുള്ളവരെക്കാൾ. ഏറ്റവും പ്രവാചകന്മാർ, ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ, പതിനായിരക്കണക്കിന് പ്രവാചകന്മാരുള്ള ആ പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠരായവർ ഉലുൽ അസ്മികളാണ്. 313 മുർസലീങ്ങളുണ്ട്. ആ മുർസലീങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അവരിൽ വെച്ച് 313 മുർസലീങ്ങളിൽ വെച്ച് തന്നെ ഉലുൽ അസ്മാണ് 5 പേര്. അവരാണ് ഏറ്റവും ശ്രേഷ്ഠം. ഈ 5 പേരിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അഷ്റഫായ ആള് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ നബി എല്ലാ പ്രവാചകന്മാരിലും എല്ലാ സൃഷ്ടികളിലും വെച്ച് അതിശ്രേഷ്ഠനാണ്. അത് അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമില്ലാതെ, മലക്കില്ലാതെ കണ്ട് അള്ളാഹു ഡയറക്റ്റായിട്ട് മൂസ നബി അലൈഹിസ്സലാമിനെ പ്രവാചകനായി തിരഞ്ഞെടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കുകയും ചെയ്ത ഒരു പോയിന്റാണ് ഇതെല്ലാം. അപ്പോൾ അനഖ്തർത്തുക, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ലിമ ഫസ്തമയായതുകൊണ്ട് നീ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ലിമാ യുഹ, ഞാൻ നിനക്ക് വഹി അറിയിച്ചു തന്ന കാര്യങ്ങളെ നീ ശ്രദ്ധിച്ച് കേൾക്കണം, മനസ്സിലാക്കണം എന്ന് അല്ലാഹു തആല പറയുന്നു. ഞാൻ ഇഖ്തർതുക, നിന്നെ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? പ്രവാചകത്വത്തിന് വേണ്ടി നിന്നെ തെരഞ്ഞെടുത്തു. ഫസ്തമയായതുകൊണ്ട് നീ ശ്രദ്ധിച്ച് കേൾക്കുക. ലിമാ യുഹ, നിനക്ക് ഞാൻ വഹി അറിയിച്ചു തന്ന കാര്യങ്ങളെ, ദിവ്യ സന്ദേശമായി തന്ന കാര്യങ്ങളെ നീ ശ്രദ്ധിച്ചു കേൾക്കണം എന്നുള്ളതാണ് അല്ലാഹു തആല ഈ 13-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. 14-ൽ ഇന്നനീ അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. ഇന്നനീ, തീർച്ചയായും ഞാൻ, ഞാൻ അല്ലാഹു ആണ്. ആദ്യം മറ്റേ ആയത്തിൽ പറഞ്ഞത് ഇന്നനീ അന റബ്ബുക ഫഖ്ലഅന ഇലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ്. ഇവിടെ പറയുന്നത് ഇന്നനീ അനല്ലാഹ്, തീർച്ചയായും ഞാൻ അല്ലാഹു ആണ്. ലാ ഇലാഹ, ഒരു ദൈവമില്ല, ഇലാഹില്ല, ഇല്ലാന, ഞാനല്ലാതെ. ഇബാദത്തിന് അർഹനായ ഒരാളുള്ളത് ഏകനായ അല്ലാഹു ആണ്. ഞാനല്ലാത്ത ഒരു ദൈവവും നിങ്ങൾക്കില്ല. ഏത് ഇബാദത്തുകൾ ആര് ചെയ്യുകയാണെങ്കിലും അത് എനിക്കാണ് ഇബാദത്ത് എടുക്കേണ്ടത്. അല്ലാഹു തആല പറയാണ്, ഫഅബ്ദുനി ആയതുകൊണ്ട് എന്നെ നിങ്ങൾ ആരാധിക്കുക, എനിക്ക് നിങ്ങൾ ആരാധിക്കുക. വഅഖിമിസ് സ്വലാത്ത, നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തുകയും വേണം. നമസ്കാരം ഇബാദത്തുകളിൽ വെച്ച് അതിപ്രധാനമായതാണ് നമസ്കാരം. ആ നമസ്കാരത്തിൽ അള്ളാഹുവിന്റെ ദിക്റുകളിൽ ദിക്രി എന്നോർക്കാൻ വേണ്ടി. ഇന്നനിയാണ് അല്ലാഹു, തീർച്ചയായും ഞാനാണ് അല്ലാഹു. ലാ ഇലാഹ, ഒരു ഇലാഹില്ല, ഇല്ലാന, ഞാനല്ലാതെ ഇബാദത്തിന് അർഹനായ ഒരു ദൈവവുമില്ല. ഫഅബ്ദുനി ആയതുകൊണ്ട് എന്നെ നിങ്ങൾ ആരാധിക്കുക. വഅഖിമിസ് സ്വലാത്ത, നമസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യുക. ലിദിക്രി, എന്നെ ഓർക്കുന്നതിനായിട്ട്. എന്നെ ഓർക്കുന്നതിനായിട്ട് നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ, മുറ പോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇബാദത്തുകൾ പലത് തരമുണ്ട്. ആ ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ, പുണ്യമായ ഒരു അമലാണ് നിസ്കാരം. ഈ നിസ്കാരത്തിൽ ഖൽബിൻ്റെ ദിക്റുണ്ട്, പിന്നെ ഖൽബിൻ്റെ, പിന്നെ ജവാരിഹിൻ്റെ, ലിസാനിൻ്റെ, ഇതെല്ലാ ദിക്റുകളും ഒരുമിച്ച് കൂടിയ ഒരു അമലാണ് സ്വലാത്ത്, നമസ്കാരം. അതിനിവിടെ എടുത്തു പറഞ്ഞത്. ഇനി പറയുന്നത് ഖിയാമത്ത് നാളിനെ പറ്റി. ഖിയാമത്ത് നാള് 5 ഗൈബുകളിൽ ഒരു ഗൈബ് ആണ് ഖിയാമത്ത് നാള്. അതിന്റെ യാഥാർത്ഥ്യം അല്ലാഹു ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല, അറിയിച്ചു കൊടുക്കുകയുമില്ല.
അത് അത് സംഭവിക്കുന്ന സമയത്താണ് എല്ലാവർക്കും മനസ്സിലാവുക ഖിയാമത്ത് നാളായി എന്നുള്ളത്. അപ്പോ 15-ാമത്തെ ആയത്ത് ഇന്ന സാഅത്ത തീർച്ചയായും ഖിയാമത്ത് നാൾ ആതിയത്തുന്നത് വരിക തന്നെ ചെയ്യും. അക്കാദു ഉഖ്ഫിഹ ഞാൻ അതിനെ മറച്ചു വെക്കുകയാണ്. ഞാൻ അതിനെ മറച്ചു വെക്കുകയാണെന്ന് പറഞ്ഞാൽ ആർക്കും അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കാതെ ഞാൻ അത് മറച്ചു വെച്ചിരിക്കുകയാണ്. ഒരാൾക്കും അത് മനസ്സിലാക്കി കൊടുത്തിട്ടില്ല. എന്തിനാ അങ്ങനെ ചെയ്യുന്നതിൽ തുജിസാ കുല്ലു നഫ്സിൻ എല്ലാ ഓരോ നഫ്സിനും പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടി. ബിമാ തസ എല്ലാ ഓരോ നഫ്സും അവരുടെ ശ്രമഫലമായിട്ട് ഹൈറ് ചെയ്ത നഫ്സുണ്ടാവും, ഷർറ് ചെയ്ത നഫ്സുണ്ടാവും. എല്ലാവർക്കും അവരർഹിക്കുന്ന പ്രതിഫലം നൽകാൻ വേണ്ടിയാണ് ഞാൻ അതിനെ മറച്ചു വെച്ചിട്ടുള്ളത്. അത് ഖിയാമത്ത് നാളിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഖിയാമത്ത് നാള് എന്നാണെന്ന് അറിയിച്ചു കൊടുത്തിട്ടില്ല ആർക്കും. فلا يصدنك عنها من لا يؤمن بها واتبع هواه فتردى فلا يصدنك നിന്നെ തടയാതിരിക്കട്ടെ അന്ന ഖിയാമത്ത് നാളിനെ തൊട്ട് മൻ ചിലരെ ലാ യുമിനു ബിഹാ ഖിയാമത്ത് നാൾ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകള് അവൻ പിൻപറ്റുകയും ചെയ്തിട്ടുണ്ട് അവന്റെ ശരീരച്ചകളോട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തർദാവൻ നശിച്ചു പോവുക തന്നെ ചെയ്യും. അപ്പൊ ശരീരച്ചകൾക്ക് പിൻപറ്റി അതില് വിശ്വാസമില്ലാതെ ശരീരച്ചകൾക്ക് പിൻപറ്റി നീങ്ങുന്ന ആളുകള് ഖിയാമത്ത് നാളിനെ തൊട്ട് നിന്നെ തടയാതിരിക്കട്ടെ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തർദാവൻ നശിച്ചു പോവുകയുള്ളൂ. അതായ ശുദ്ധനൊക്കെ നിന്നെ തടയാതിരിക്കട്ടെ അന്ന ഖിയാമത്ത് നാളിനെ തൊട്ട് മൻ ചിലര് ഖിയാമത്ത് നാളിൽ വിശ്വാസമില്ലാത്ത ചിലര് വത്തബാവൻ പിൻപറ്റുകയും ചെയ്തിട്ടുണ്ട് അവന്റെ ശരീരച്ചകളോട്. അങ്ങനെ വരുമ്പോൾ അവൻ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഗഫലത്തിലായിട്ട് ജീവിക്കുക. ഈ ഗഫലത്ത് കൊണ്ട് എന്തുണ്ടാവും? മുസ്തൽസിമത്തുൻ ലിൽ ഹലാക്കാണ്. ഹലാക്ക് നിർബന്ധമായും അവൻ നശിച്ചു പോകും എന്നാണ്. അപ്പോ 16 ആയത്തുകൾ, 16-ാമത്തെ ആയത്താണ് ഇപ്പൊ നമ്മൾ എടുത്തത്. 12 മുതൽ 16. ഇനി 17-ാമത്തെ ആയത്ത് മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ വളരെ എളുപ്പത്തിൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭ്യമാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.